ഒരു കാരണവശാലും അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. പോരെ? എന്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ട് അവൻ പോയത്. ആ വെല്ലുവിളി അവൻ ആവർത്തിക്കരുത്. ഇറങ്ങുമോളെ. അല്ല, നിങ്ങക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് സ്വഭാവം മാറിപ്പോയാലോ? നമ്മൾ ഒന്നിച്ച് ഈ അടുത്ത കാലത്തൊന്നും അമ്പലത്തിൽ വന്നതായിട്ട് എനിക്കും ഓർമ്മയില്ല. നിങ്ങൾ ആരെയും നോക്കുന്നേ? മൊത്ത സ്വഭാവത്തിലൊരു ചുറ്റിക്കളി മണക്കുന്നുണ്ടല്ലോ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ? എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നല്ലോ. അമ്പലത്തിൽ വെച്ച് എന്താ പ്ലാൻ? അമ്പലത്തിൽ വെച്ച് എന്ത് പ്ലാൻ? വരണം, തൊഴണം, വഴിപാട് നടത്തണം. അല്ല എന്താ? നീ അകത്തേക്ക് വാ. അപ്പൊ വേറെ പ്ലാനൊന്നും ഇല്ല അല്ലേ? ശരി, നീ വാ മോളെ, വാ. വാ. ഈശ്വരാ ഭഗവാനെ, എനിക്കും ഹരീഷിനും കല്യാണം നടക്കാനായി അനുഗ്രഹിക്കണേ. ഇന്നത്തോടെ ഈ വിവാഹം ശുഭകരമായിട്ട് കഴിയണേ ഭഗവാനെ. കല്യാണം കഴിഞ്ഞ് ഇതേ അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് വഴിപാട് നടത്തിക്കൊള്ളാം എന്റെ ദൈവമേ. ഞങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാട് ഞങ്ങൾ ചെയ്തോളാം ഭഗവാനെ. ഇതാണോ കുട്ടി? അതെ. ദീർഘസുമംഗലിയായിരിക്കട്ടെ. ഹരീഷുമായിട്ടുള്ള കല്യാണത്തെ പറ്റി പ്രാർത്ഥിച്ചതിനും നീ അനുഗ്രഹിച്ചല്ലോ ദൈവമേ. അമ്മേ, അച്ഛാ, സമയായി. ഇവനെന്താ ഇവിടെ? അപ്പൊ 3 പേരും കൂടെ എന്തോ പ്ലാൻ ഇട്ട് വന്നു തന്നെയാ. എന്താ എല്ലാം മറക്കാൻ എനിക്ക് ചരട് ജപിച്ചേട്ടാനാണോ? അങ്ങനെ കിട്ടിയാൽ ഞാൻ ഹരീഷിനെ മറക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്റെ അടുത്ത് ഒരു മന്ത്രം നടക്കാൻ പോണില്ല. അല്ല, അമ്പലത്തിൽ വെച്ച് ഞാൻ ഇമാതിരി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല. എനിക്ക് അത്ഭുതം. എനിക്ക് എന്തിന്റെ കേടാ പെണ്ണെ? നിനക്ക് ജപിച്ചു കേട്ടാൻ പോകുന്നു ഞങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. അമ്പലത്തിൽ വന്നാൽ നിന്റെ വായ വെറുതെ ഇരിക്കില്ലേ? ഇങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കണം. വാ ഇങ്ങോട്ട്. ആഹാ, ചേട്ടന്റെ കല്യാണാണോ? അത് കൊള്ളാലോ. അല്ല, പെണ്ണ് വന്നില്ലേ? ഇത് കുഴപ്പാവോ? ഇവളാണ് പെണ്ണെന്ന് പറഞ്ഞ ഇവൾ ഓടിപ്പോകുന്ന തോന്നുന്നു. ഏയ്, അമ്മ കണ്ടോ? നീതു, ഒന്നിങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? കൂടെ വാ, പറയട്ടെ. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ് ചേട്ടാ. നിന്റെ കൂട്ടുകാരന്റെ കിളി പോയിരിക്കണോ? നോട്ടം കണ്ട് അങ്ങനെ തോന്നുമല്ലോ.
ഹര ഹരോ ഹര ഹര. നടന്നോളൂ. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. എന്താ എല്ലാവരുടെ മുഖം വല്ലായിരിക്കുന്നത്? ദേ നോക്ക് നീതു, ഞങ്ങളോട് നിനക്ക് ഇത്തിരിയെങ്കിലും സ്നേഹവും ബഹുമാനം ഉണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്നെന്ന് കേൾക്കണം. അതിന് അങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്പം പോലും അതെനിക്കിപ്പില്ല. എപ്പം മുതൽ നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചോ അപ്പം മുതൽ അത് പോയി. വെറുതെ ഡ്രാമ കളിക്കാതെ കാര്യം പറ. ദേ നോക്ക്, പ്രേമിന് ഇപ്പൊ കല്യാണം നടക്കാൻ പോവാ. അടങ്ങി നിന്നോണം. പ്രേമിന് കല്യാണം നടന്നാൽ എന്താ, നടന്നില്ലെങ്കിൽ എന്താ? എന്നോട് എന്താ പറയാൻ വന്നേ അത് പറ. മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കണം. ഈ കല്യാണം കാണാനാണോ എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നേ? പ്രേമിന്റെ കല്യാണമാണ്, നീ വരണോന്ന് പറഞ്ഞാൽ ഞാൻ വന്നേനല്ലോ. അല്ല, പെണ്ണും വീട്ടുകാർ ഇതുവരെ വന്നില്ലേ? നീ തന്നെ അടി പെണ്ണ്. നിനക്കും പ്രേമനോ ഇവിടെ കല്യാണം നടക്കാൻ പോകുന്ന? എന്തിനടിച്ചിരിക്കുന്നേ? അവൻ പറഞ്ഞ സത്യം. പ്രേമിന്റെ നിന്റെ കല്യാണം നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താ കളിയാക്കാണോ? അതേടി, കളിയാക്ക. കല്യാണത്തിന്റെ പേരിലാണല്ലോ കളിക്കാൻ നിൽക്കുന്നത്. നീ ആദ്യം ചിരി നിർത്തി കാര്യം മനസ്സിലാക്ക്. നീതു, എന്ത് സംഭവിച്ചാലും നിന്നെ ആ കിളിക്കൂട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ പ്രശ്നമില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഈ നാട്ടിൽ തലയുറച്ച് നടക്കാൻ പറ്റില്ല. നിന്റെ ചേട്ടന്റെ ജീവിതത്തെ അത് ബാധിക്കും. ഈ മരപ്പൊട്ടന്റെ ജീവിതം എങ്ങനെയായാലും എനിക്ക് എന്താ? പോടാ. ഇത് അമ്പല, ബഹളം വെക്കില്ലേ? ഇവള് പറയുന്ന കേട്ടില്ല. എല്ലാരും കൂടെ എന്നെ പെടുത്താനുള്ള പരിപാടിയായിരുന്നല്ലേ? അതെ, ഞങ്ങൾ എല്ലാരും കൂടെ നിന്നെ കെട്ടിക്കാൻ പോവാ. വന്ന് മണ്ഡപത്തിലിരിക്കും. നാണിയില്ല നിങ്ങൾക്കത് പറയാൻ. അറിയാലോ, ഞാൻ നിങ്ങൾക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതാ. എന്നിട്ടാണോ എന്നെ നിർബന്ധമായിട്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നേ? ഞാനിപ്പോ ഒരു കോള് വിളിച്ചാൽ മതി, നിങ്ങൾ 3 പേരും അകത്താവും. കാണണോ? മാതാപിതാക്കളെ ജയിലിൽ കയറ്റിയെന്ന് പേര് ദോഷം വേണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ കാലി വീഴ പറയുന്നൊന്ന് കേക്ക്. നിങ്ങളിപ്പോ എവിടെയെങ്കിലും വീഴും. ഈ വക കാര്യങ്ങൾക്കൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? രഹസ്യമായി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്തി വെക്കാൻ ഞാൻ എന്താ അത്ര മണ്ടിയാണോ? നിങ്ങളിപ്പോ എവിടെയെങ്കിലും വീഴും. ഈ വക കാര്യങ്ങൾക്കൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? രഹസ്യമായി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്തി വെക്കാൻ ഞാൻ എന്താ അത്ര മണ്ടിയാണോ? മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ വീടിന്റെ അന്തസ്സൊക്കെ നോക്കണ്ടേ? പിന്നെ സ്വന്തമായി വീടില്ലാത്തവന്റെ അന്തസ്സല്ലേ? അതിലും അന്തസ്സേ ഹരീഷിന്റെ വീട്ടുകാർക്കുണ്ട്. ഞാനേ എന്റെ കാര്യം നോക്കി പോവാ. നീ അങ്ങനെ എങ്ങോട്ട് പോയില്ല. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മ പിന്നെ ജീവനോടെ കാണില്ല. നോക്കിക്കോ. ആയിക്കോട്ടെ, നല്ല ഇനം വിഷം വേണമെങ്കിലേ ഞാൻ വാങ്ങിക്കൊണ്ടു തരാം. ഈശ്വര, അമ്പലത്തിൽ വെച്ച് നീ എന്തൊക്കെയാ പറയുന്നത്? അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറയാം, അത് തെറ്റല്ല അല്ലേ? നിങ്ങൾ എന്ത് നാടകം വേണമെങ്കിലും കളിച്ചോ, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നു വിചാരിക്കണ്ട. ഇതെന്റെ ജീവിതമാ. ഇത് വെച്ച് കളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് ഇവിടെ വച്ച് പ്രേമ നിന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. നീ ഞൊട്ടും.
നിന്റെ പ്രേമനെ ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കണം നിർബന്ധമാണെങ്കിലേ നീ തന്നെ അങ്ങ് കെട്ട്. ദേ വെറുതെ ശാഠ്യം പിടിക്കണ്ട. ഈ കല്യാണത്തിற்கு സമ്മതം അല്ലെങ്കിൽ ഞങ്ങൾ 3 പേര് നിനക്ക് ആരും ആയിരിക്കില്ല, ഓർത്തോ? അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും ഒരു വൃത്തിയോടെ എന്നോട് ചെയ്യാൻ തീരുമാനിച്ചത്. അവളോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വാടി. വാടി. ഇങ്ങോട്ട് വാ. അടങ്ങി നിൽക്കാൻ. ഇങ്ങോട്ട് വന്നേ, വന്നേ. ഇരിക്കൂടാ. ഇവനോ വിവരമില്ല. നിങ്ങൾക്കും അങ്ങനെയായോ ചേട്ടാ? എനിക്ക് ഹരീഷിന് ഇഷ്ടം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? നീതു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. അത് ശരി. എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് വന്ന് നിൽക്കാൻ നാണില്ല ചേട്ടാ നിങ്ങൾക്ക്? ചന്ദന കളർ ഷർട്ടും ഡബിൾ മുണ്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിന്നോട് നിർത്താനാ പറഞ്ഞു. പ്രേമേ, ഇവള് പറയുന്നത് നോക്കണ്ട. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇതൊന്നും ശരിയാവാൻ പോണില്ല. അങ്ങനെ ആരും വിചാരിക്കാൻ വേണ്ട. ഹരീഷ് ഇപ്പൊ വന്ന് വിളിച്ച ഞാൻ അപ്പ പോവും. ഒരു തവണ ഞാൻ വീട് വിട്ട് പോയതാ, അതറിയോ? മുഹൂർത്തമായി. താലി കെട്ടുന്ന ചടങ്ങിലേക്ക് കിടക്കാം. താലിയോ? എന്റെ കഴുത്തിലോ? പൂജാരി തന്നെ കെട്ടിക്കോ. എന്റെ ചേട്ടന്റെ ഫ്രണ്ടാ, നല്ല തങ്കപ്പെട്ട സ്വഭാവ. അടങ്ങി നിൽക്കട്ടെ അവിടെ. വിട്ടുമ്മേ, ഞാൻ അടങ്ങാനും പോണില്ല, കല്യാണത്തിന് നിന്ന് തരാനും പോണില്ല. വിട്, എനിക്ക് പോണം. പ്രേമേ, അല്ലെ ഒന്നും തോന്നില്ല. എനിക്ക് മനസ്സിലാവും. ചടങ്ങ് നടക്കട്ടെ, ബാക്കി കാര്യങ്ങളല്ല അത് കല്യാണം കഴിഞ്ഞിട്ട് നോക്കാം. മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ ഖണ്ഡേ ഭഗ്നാം സുഭഗേ സംജീവം ശരദാം ശതം. ഒന്ന് നിർത്ത് തിരുമേനി. ഇപ്പോഴാണ് മാംഗല്യം ശരിക്കും തുന്തനാനയായത്. താലി കെട്ടാ പ്രേമേ. I'm pregnant. ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ 2 മാസം ഗർഭിണിയാണ്. ഇത് നുണയാ മോനെ, അവള് വെറുതെ പറയുന്നതാ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഹരീഷിന്റെ കുഞ്ഞ എന്റെ വയറ്റില്. ഞാൻ 2 മാസം പ്രഗ്നന്റാ. കള്ളം, പച്ചക്കള്ളം. കല്യാണം നിർത്താൻ വേണ്ടി നുണ പറയുന്നതാ. മോളെ, ഇത് നിന്റെ ജീവിതാ, കളിക്കരുത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇത് എന്റെ ജീവിതം, അത് വെച്ച് നിങ്ങളും കളിക്കരുത്. വേണമെങ്കിൽ ആശുപത്രി പോവാം, സ്കാൻ ചെയ്യാം, എന്താ വേണോ? എടി മഹാഭാവി, നീ എന്താടി ചെയ്തത്? പേടിക്കണ്ട, ഹരീഷ് എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യോ, ഇനി നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണോ? പറ. അഖിലേ, ബൈ 1 ഗെറ്റ് 1 പാക്കേജ് ആയിട്ട് എനിക്കൊരു കല്യാണം വേണ്ട. വാടാ പ്രേമേ, മോനെ. കട്ടയ്ക്ക് കൂടെ ചങ്കിനെ ചതിക്കാൻ നോക്കിയല്ലേ? ഇത് ശരിയല്ല അഖിലേ. വാ. പ്രേമേ, അറിയാം, ഞാൻ പറയുന്നത് കേക്കടാ. ചേട്ടാ, നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചല്ലോടി. അയ്യോ, അയ്യോ. സുധീഷ്, വേദനയുണ്ടോ? സുധീഷ്, വേദനിക്കുന്നുണ്ടോ? സോറി, ഒരു നല്ല കാര്യത്തിനല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ. ഇപ്പൊ
ഇപ്പൊ എങ്ങനെയുണ്ട്? കുടിക്കാൻ എന്തെങ്കിലും വേണം അവിടെ? എടാ എല്ലാവരോടും അമ്പലത്തിന് മുന്നിലേക്ക് എല്ലാം പറഞ്ഞു. ഇനി എന്തിനാ? ചന്ദ്രി വാ. വാ. ഇനിയും കുത്തു. വാ. ദേവിയേ 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 ദേവിയേ. അവസാനം അമ്മയുടെ സന്നിധിയിലെത്തിയല്ലേ? ഇനിയെല്ലാം നന്നായി വരും. എല്ലാ തടസ്സങ്ങളും നീങ്ങും. ദേവിയേ ദേവിയേ. ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും അമ്മയെ വന്ന് കണ്ടോളൂ. നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം നടക്കും. ഇനി എന്തെങ്കിലും അമ്മയോട് ചോദിക്കാനുണ്ടോ? സുഭാഷ് ചേട്ടന്റെ കല്യാണം എപ്പോ നടക്കുന്നറിയാൻ. തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു. നടക്കാതെ പോയ കല്യാണം നടക്കും. നടന്നിട്ടും ഉറയ്ക്കാതെ പോയ കല്യാണം ഉറയ്ക്കും. കുടുംബത്തിൽ മുഴുവൻ ഇനി ഐശ്വര്യം വിളയാടും. ഒരു സംശയം വേണ്ട. അമ്മ കൂടെയുണ്ട്. ദേവി അമ്മേ ദേവി ദേവി ദേവിയേ ദേവി. നിന്നെ കണ്ട നിമിഷം മുതൽ എന്റെ ഉറക്കം പോയി. പറയാൻ വന്ന വാക്കുകളെല്ലാം നിന്നെ കണ്ടാൽ മറന്നുപോയി. നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സൊക്കെ തിരിച്ചു പോയി. പറയാൻ വന്ന വാക്കുകളെല്ലാം നിന്നെ കണ്ടാൽ മറന്നുപോയി. സ സ സ സ സ സ സ സ രി രി ഗ ഗ രി 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 സരി ഗ പ പ ഗ രി സ സ സ സ സ സ സ സ സ രി രി ഗ ഗ രി 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 സരി ഗ പ പ ഗ രി സ. ഓ ആ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഏയ് വെറുതെ ഇങ്ങനെ ചുമ്മാ. എങ്ങനെയുണ്ട് ഇപ്പൊ? വേദനയുണ്ടോ? ഏയ് ഒട്ടുമില്ല. ഒരു ചെറിയ പാടേ ഉള്ളൂ, അങ്ങനെ അറിയില്ല. ആദ്യം ഞാനൊന്ന് പേടിച്ചു. ഇപ്പൊ കുഴപ്പമില്ല. അവിടെ കവിളില് പൊത്തുന്ന ഭസ്മത്തിനും മഞ്ഞപ്പടിക്കും പ്രത്യേക ശക്തിയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ. അതെ അതെ. എന്നാലും സാരമില്ല. സുഭാഷ് ചേട്ടന് വേണ്ടിട്ടല്ലേ. സുഭാഷ് ചേട്ടന് വേണ്ടി നിധിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയത് നന്നായിട്ടാ. അതെന്താ? അല്ല, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടുമല്ലോ. ഞാൻ പക്ഷെ സുധീഷ് അത് ചെയ്യുന്ന വിചാരിച്ചേയില്ല. താൻ നേർന്നു പോയില്ലേ, ചെയ്യാതെ പറ്റില്ലല്ലോ. തനിക്ക് ബോറടിക്കുന്നുണ്ടോ? എന്താ? അല്ല, എനിക്കിങ്ങനെ ഇരുന്നിട്ടേ വല്ലാത്തൊരു ബോറടി. ശരിയാ. ആണോ? എന്നാ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് വന്നാലോ? എവിടെ പോവാൻ? നല്ല സ്ഥലമല്ലേ, ചുമ്മാ നമുക്കിങ്ങനെ കറങ്ങിട്ട് വരാനേ. പോവാം. ശരി, ഞാൻ പറഞ്ഞൊക്കെ ചെയ്തല്ലേ, സമ്മതിച്ചു. പോവാം.
പോന്നേ. ശരി, എന്നാലേ നമുക്കിതേ അതില് പോവാം. എനിക്ക് സൈക്കിളിൽ പോയി പരിചയമില്ല. ഹൈ, അയ്യോ അതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. നീള് വാ വാ. ഹൈ, വാന്നേ. ശ്ശേ. കേറ്. പോവാം. ഒരു ആ ഹരിച്ചേട്ടാ അങ്ങോട്ട് നോക്കി. അമ്പടി പിടിക്കാൻ പോണേ. എന്റെ ദൈവമേ, എന്നും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന അവസരം തന്നൂടെ നിനക്ക്? നിധി, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? ഇയാളാരാ, നിവിൻ പോളിയാണോ? അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാന്നേ. ഈ നാട്ടും പുറത്തൊരു പ്രത്യേകത അതാ, നല്ല ഫ്രഷ് എയർ ആയിരിക്കും. ഹലോ, ഞാനൊരു നാട്ടുമ്പുറത്ത് തന്നെ വളർന്നത്. അത് ശരിയാണല്ലോ. തക്കല എന്ന ഓണം കയറാ മൂലയെന്നാണ് ഭവതി വന്നതെന്ന് നോം അറിഞ്ഞില്ല. ആ, അത് ശരിയാ. ഞാൻ ഓണം കയറാൻ മൂലയില്ല. പക്ഷേ സ്വഭാവത്തിൽ നിങ്ങളെക്കാളൊക്കെ പരിഷ്കാരമുണ്ട്. നിങ്ങളൊക്കെ നുണ പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ച് താലികെട്ടാൻ തീരുമാനിച്ചോ? എനിക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു കരുതിയാണോ? സത്യം പറയടി, കല്യാണം നടക്കാനാണോ നീ അങ്ങനെ ഒന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. सुबह सेटा आप नहीं खा रहे हो? കഴിക്കാം.